വെൽക്കം ടു മലയാളി നെയിൽ സ്റ്റുഡിയോ. ഇന്ന് ഞാൻ ചെയ്തിരിക്കുന്നത് ജെൽ നെയിൽ പോളിഷ് അറ്റ് ഹോം ആണ്. മാഗ്നറ്റിക് നെയിൽ പോളിഷും യൂസ് ചെയ്തിട്ടുണ്ട്. സോ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ഗ്ലാസ് ലുക്ക്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നെയിൽ പ്രപ്പാണ്. അതിനായിട്ട് ആദ്യം നമ്മൾ നെയിൽസ് ഫയൽ ചെയ്യണം പ്രോപ്പറായിട്ട്. അത് എഡ്ജ് നമുക്ക് ഏത് ഷേപ്പിലാണോ വേണ്ടത്, ആമണ്ട് ഷേപ്പിലാണെങ്കിലും കോഫിൻ ഷേപ്പിലാണെങ്കിലും ആ ഷേപ്പിന് ഫയൽ ചെയ്ത് ക്ലീൻ ചെയ്തെടുക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു ഓപ്ഷണൽ ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് ഇത്, ക്യൂട്ടിക്കിൾ റിമൂവലാണ്. ഇത് നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാം. ക്യൂട്ടിക്കിൾ റിമൂവർ ഇപ്പോൾ എല്ലായിടത്തും അവൈലബിൾ ആണ്. സോ ഇത് വാങ്ങിക്കുവാണെന്നുണ്ടെങ്കിൽ ബെറ്റർ ആയിരിക്കും. കാര്യം നമ്മുടെ ഡെഡ് സ്കിൻസ് എല്ലാം റിമൂവ് ചെയ്യാൻ ഇത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. അത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ജെൽ നെയിൽ പോളിഷ് നെയിൽസിൽ അറ്റാച്ച്ഡ് ആയിട്ട് പ്രോപ്പറായിട്ടിരിക്കും. സോ അത് ലോങ് ലാസ്റ്റ് ചെയ്യാൻ ഈ സ്റ്റെപ്പ് നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും. സോ ഇത് ചെയ്യുന്നവർക്ക് ഇത് ചെയ്യാം. അതിനായിട്ട് ഞാനൊരു ടൂൾ യൂസ് ചെയ്തിട്ടുണ്ട്. അത് ക്യൂട്ടിക്കിൾ പുഷറാണ്. സോ ആ ക്യൂട്ടിക്കിൾ പുഷർ വെച്ചിട്ട് ഞാൻ ക്യൂട്ടിക്കിൾ ഫുള്ള് ക്ലീൻ ചെയ്തു, പുഷ് ചെയ്തു. എല്ലാ നെയിൽസിലും അത് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ആൽക്കഹോൾ വൈപ്പാണ് എടുത്തിരിക്കുന്നത്. ആ ആൽക്കഹോൾ വൈപ്പ് വെച്ചിട്ട് ഞാൻ എൻ്റെ നെയിൽസ് കംപ്ലീറ്റ് ആയിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ കാണിച്ച ക്യൂട്ടിക്കിൾ റിമൂവർ ലിക്വിഡ്, പിന്നെ ആ ടൂള്, ആൽക്കഹോൾ വൈപ്സ്, ഇതെല്ലാം ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത്. ഇത് നെയിൽ ഡീഹൈഡ്രേറ്റർ ആൻഡ് പ്രൈമർ ആണ്. ഇത് നിങ്ങൾക്ക് ഓപ്ഷണലായിട്ട് വാങ്ങിക്കേണ്ട സാധനമാണ്. വേണമെന്നുണ്ടെങ്കിൽ മാത്രം വാങ്ങിച്ചാൽ മതി. ഡീഹൈഡ്രേറ്റർ നമ്മുടെ മോയ്സ്ചർ എല്ലാം, നെയിൽസിലെ മോയ്സ്ചർ എല്ലാം റിമൂവ് ചെയ്യും. പ്രൈമർ നെയിൽ പോളിഷ് നമ്മുടെ നെയിൽ ബെഡിൽ അറ്റാച്ച് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന ജെൽ നെയിൽ പോളിഷിൻ്റെ സെറ്റ്. ഇതിൽ തന്നെ ടോപ്പ് കോട്ട് മാറ്റ്, ടോപ്പ് കോട്ട് ഗ്ലോസി, ബേസ് ജെൽ, ഇത് മൂന്നും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആണ്. ഇത് മൂന്നും ഇല്ലാതെ ജെൽ നെയിൽ പോളിഷ് ചെയ്യാൻ പറ്റത്തില്ല. ഇത് മൂന്നും ഇതിൽ തന്നെ അവൈലബിൾ ആണ്. ഞാൻ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. അത് ബഫിംഗ് ആണ്. അത് ജെൽ നെയിൽ പോളിഷ് നെയിലിൽ പ്രോപ്പറായിട്ട് അറ്റാച്ച് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. നെയിൽ ബെഡ്, അതായത് നമ്മുടെ കംപ്ലീറ്റ് നെയിൽ ഒന്ന് സ്ലൈറ്റായിട്ടൊന്ന് ഫയൽ ചെയ്ത് കൊടുക്കുന്ന പ്രോസസ്സാണ്. പിന്നെ ഒരു മാഗ്നറ്റിക് ജെൽ നെയിൽ പോളിഷ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അത് ഞാൻ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം ഏത് കളറാണെന്നുള്ളത്. ഒരു 4 സൈഡഡ് മാഗ്നറ്റും അതിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് കുറച്ച് നെയിൽ ചാർംസ് ആൻഡ് റൈനോസ്റ്റോൺസ് ആണ്. പിന്നെ നെയിൽ ടൂൾസ് ആണ്. ഇതാണ് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഇതിൽ ജെൽ നെയിൽ പോളിഷ് സെറ്റ് മാത്രമാണ് മാൻഡറ്ററി ആയിട്ടുള്ള പ്രൊഡക്റ്റ്. നിങ്ങൾ അത് വാങ്ങിക്കുക. പിന്നെ ഒരു ലാമ്പ്, UV ലാമ്പ്, അത് ഞാൻ ക്യൂർ ചെയ്യുന്ന സമയത്ത് കാണിച്ചു തരാം. ഞാനിപ്പോൾ നെയിൽ ഡീഹൈഡ്രേറ്റർ ആണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നെയിൽ ഡീഹൈഡ്രേറ്റർ ആൻഡ് പ്രൈമർ നമ്മൾ എയർ ഡ്രൈ ആണ് ചെയ്യേണ്ടത്. ബേസ് ജെല്ല്, നെയിൽ പോളിഷ്, ടോപ്പ് കോട്ട്, ഇത് മൂന്നും UV ക്യൂർ ആണ് ചെയ്യുന്നത്. ഒരിക്കലും മാറിപ്പോകരുത്. അത് ക്യൂർ ചെയ്യേണ്ട ആവശ്യമില്ല. ഡീഹൈഡ്രേറ്റർ ഇടുന്ന അപ്പം തന്നെ അത് പോവും. അത് കഴിഞ്ഞിട്ട് നെയിൽ പ്രൈമർ, അത് എയർ ഡ്രൈ ആണ്. ജസ്റ്റ് 15 to 30 സെക്കൻഡ്സ് രണ്ടും ഒന്ന് വെയിറ്റ് ചെയ്താൽ മാത്രം മതി എയർ ഡ്രൈ ചെയ്യാനായിട്ട്. പിന്നെ ഒരു കാര്യം, നമ്മൾ ജെൽ നെയിൽ പോളിഷ് ചെയ്യുമ്പോൾ നമ്മുടെ ഒരു പ്രോഡക്റ്റും നമ്മുടെ ക്യൂട്ടിക്കിളിൽ ടച്ച് ചെയ്യാൻ പാടില്ല. അത് ക്യൂട്ടിക്കിളിന് ഹെൽത്തി അല്ല. അതേപോലെ തന്നെ നമ്മുടെ ജെൽ നെയിൽ പോളിഷ് പെട്ടെന്ന് തന്നെ ഇളകി വരും, ഫ്ലേക്കി ആയിട്ട് ഇളകി വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. പിന്നെ ഞാൻ ത്രൂ ഔട്ട് ഈ വീഡിയോയിൽ യൂസ് ചെയ്തിട്ടുള്ള എല്ലാ പ്രോഡക്റ്റും ആമസോണിലാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഏത് കൺട്രിയിലാണ്, ഇപ്പോൾ ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ Amazon.in പോയി നോക്കിയാൽ മതി. ഞാൻ അത് സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ട്. Amazon.in ക്യൂറിംഗ് ലാമ്പ്, UV ലാമ്പ്, അതുപോലെ തന്നെ ജെൽ നെയിൽ പോളിഷ് സെറ്റ് എല്ലാം ചീപ്പായിട്ട് അവൈലബിൾ ആണ്. ഇപ്പോൾ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നതെല്ലാം കനേഡിയൻ പ്രോഡക്ട്സ് ആണ്. അപ്പോൾ കാനഡയിൽ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ, മലയാളീസ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ, എല്ലാം ഈ ഞാനിപ്പോൾ യൂസ് ചെയ്തിരിക്കുന്ന എല്ലാ പ്രൊഡക്റ്റും Amazon.ca അവൈലബിൾ ആണ്. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന UV ലാമ്പ്. ഇതിൽ 24 and 48 വാട്ടാണുള്ളത്. ഞാൻ മോസ്റ്റ്ലി 48 വാട്ടിലാണ് ഇടുന്നത്. അപ്പോൾ ഇത് സ്ട്രോങ് ആയിട്ട് അറ്റാച്ച്ഡ് ആയിട്ട് ഇരിക്കും നെയിലിൽ. ഇല്ലെങ്കിൽ ഒരു 1 വീക്ക് ഒക്കെ ആകുമ്പോൾ ചിപ്പാവും. പിന്നെ 5 സെക്കൻഡ്സ് ഫ്ലാഷ് ക്യൂറിങ്ങിന് വേണ്ടിയിട്ടുള്ളതാണ്. അത് നെയിൽ ആർട്ട് ചെയ്യുന്നവർക്ക്. 30 സെക്കൻഡ്സ് ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല. 60 സെക്കൻഡ്സ് ആണ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നെയിൽ പോളിഷ് അപ്ലൈ ചെയ്തിട്ട് ക്യൂർ ചെയ്യാനുള്ളത്. സോ നമ്മൾ ഫസ്റ്റ് അപ്ലൈ ചെയ്യുന്നത് ബേസ് ജെല്ലാണ്. ഇത് എല്ലാ നെയിൽസിലും അപ്ലൈ ചെയ്യണം. ഇതിൻ്റെ ഏറ്റവും മെയിൻ ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വളരെ തിൻ കോട്ട് മാത്രമേ അപ്ലൈ ചെയ്യാവുള്ളൂ. എല്ലാ നെയിൽസിലും ഭയങ്കര ചെറിയ എമൗണ്ട് മാത്രം എടുത്ത് അപ്ലൈ ചെയ്യുക. കാര്യം ഓരോ പ്രാവശ്യം ക്യൂർ ചെയ്യുമ്പോഴും ഇത് ഭയങ്കര ഹാർഡാവും. അപ്പോൾ നമ്മൾ ഒരുപാട് തിക്കായിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ലെയേഴ്സും ഭയങ്കര തിക്കായിരിക്കും. സോ നമ്മൾ ഏത് ലെയർ അപ്ലൈ ചെയ്താലും, ബേസ് ജെല്ലാണെങ്കിലും കളറാണെങ്കിലും ടോപ്പ് കോട്ടാണെങ്കിലും, ഭയങ്കര തിന്നായിട്ടുള്ള ലെയർ മാത്രം അപ്ലൈ ചെയ്യാം. സോ എല്ലാ ഫിംഗേഴ്സിലും എല്ലാ നെയിൽസിലും ഞാനത് അപ്ലൈ ചെയ്തിട്ട് 60 സെക്കൻഡ്സ് ക്യൂർ ചെയ്യും.
അപ്പോൾ നെയിൽ ഡീഹൈഡ്രേറ്റർ ആൻഡ് പ്രൈമർ യൂസ് ചെയ്യാത്തവർ ഡയറക്റ്റായിട്ട് ബേസ് ജെൽ അപ്ലൈ ചെയ്തിട്ട് ക്യൂർ ചെയ്യുക. അതും 60 സെക്കൻഡ്സ് ആണ് ക്യൂർ ചെയ്യുന്നത്. ഞാനിപ്പോൾ 24 വാട്ടിൽ നിന്ന് 48 വാട്ടിലോട്ട് മാറ്റിയിട്ട് 60 സെക്കൻഡ്സ് ക്യൂർ ചെയ്യുവാണ്. വൺസ് ബേസ് ജെല്ല് ക്യൂർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കളറ് അപ്ലൈ ചെയ്യാം. കളറ് ഞാൻ പറഞ്ഞതുപോലെ ഒരു ഫിംഗറിലും ക്യൂട്ടിക്കിളിൽ അപ്ലൈ ചെയ്യരുത്. അത് കുറച്ച് സ്പേസ് വിട്ടിട്ട് വേണം എല്ലാ ഫിംഗേഴ്സിലും അപ്ലൈ ചെയ്യാനായിട്ട്, എല്ലാ നെയിൽസിലും അപ്ലൈ ചെയ്യാനായിട്ട്. അത് വളരെ തിന്നായിട്ടുള്ള ഒരു ലെയർ മാത്രമേ അപ്ലൈ ചെയ്യാവുള്ളൂ. ചിലപ്പോൾ നമ്മൾ ആ നെയില് നമുക്ക് കാണാൻ പറ്റും, ബ്ലാക്ക് ലൈൻസ് പോലെ നമുക്ക് കാണാൻ പറ്റും. കാര്യം നമ്മൾ ഭയങ്കര തിന്നായിട്ടുള്ള ലെയറാണ് അപ്ലൈ ചെയ്യുന്നുണ്ട്. ബട്ട് അത് കുഴപ്പമില്ല. കാര്യം ചിലപ്പോൾ നമുക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് 1 more ലെയർ അപ്ലൈ ചെയ്യാം. അപ്പോൾ മോസ്റ്റ്ലി ബേസ് ജെല്ല് കഴിഞ്ഞ് ഒരു കളർ കോട്ടും അത് കഴിഞ്ഞ് ഒരു കളർ കോട്ടും കൂടി നമുക്ക് അപ്ലൈ ചെയ്യാം. അത് ഈച്ച് കളർ കോട്ട് കഴിഞ്ഞിട്ടും 60 സെക്കൻഡ്സ് ക്യൂർ ചെയ്യണം. ഇപ്പോൾ ഞാൻ അപ്ലൈ ചെയ്തപ്പോൾ കുറച്ച് കളർ എൻ്റെ സ്കിന്നിലും ക്യൂട്ടിക്കിളിലൊക്കെ ആയിട്ടുണ്ട്. അത് ഞാൻ വൈപ്പ് ചെയ്ത് ക്ലീൻ ചെയ്തിട്ട് ക്യൂർ ചെയ്യാൻ വെക്കുകയുള്ളൂ. അതത്ര ഡേഞ്ചറസ് ഒന്നുമല്ല. നമുക്കത് ക്യൂർ ചെയ്ത് കഴിഞ്ഞാലും റിമൂവായി പോകുന്ന നെയിൽ പോളിഷാണ്. ബട്ട് അത് മാക്സിമം ക്ലോത്ത് കൊണ്ടോ ആൽക്കഹോൾ വൈപ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതുകൊണ്ടോ ക്ലീൻ ചെയ്തതിന് ശേഷം ക്യൂർ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. സോ ഞാനിത് നെയിൽ പോളിഷ് കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം വീണ്ടും ഞാൻ 60 സെക്കൻഡ്സ് ക്യൂർ ചെയ്യാൻ വെക്കും. ഇനി ഇത് കഴിഞ്ഞിട്ട് ഞാൻ മാഗ്നറ്റിക് ജെൽ നെയിൽ പോളിഷ് യൂസ് ചെയ്യുന്നത് കൊണ്ട് ഞാൻ ഈ കളർ ഒന്നും കൂടി അപ്ലൈ ചെയ്യുന്നില്ല. അല്ലായിരുന്നെങ്കിൽ ഞാൻ ഈ സെയിം കളർ തന്നെ ഒന്നും കൂടി അപ്ലൈ ചെയ്തിട്ട് വീണ്ടും 60 സെക്കൻഡ് ക്യൂർ ചെയ്തിട്ട് ടോപ്പ് കോട്ട് അപ്ലൈ ചെയ്ത് സീൽ ചെയ്താൽ മതി. ഇപ്പോൾ ഇത് ക്യൂർ ആയിട്ടുണ്ട്. ക്യൂർ ആയി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഡ്രൈ ആയിട്ടുണ്ടാകും. പിന്നെ ഇത് ഒരിക്കലും വെറ്റല്ല. സോ നല്ല ഡ്രൈ ആയിട്ടുള്ള നെയിൽ പോളിഷിൻ്റെ മുകളിൽ ഞാൻ അടുത്ത ലെയർ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇത് മാഗ്നറ്റിക് ജെൽ നെയിൽ പോളിഷാണ്. ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു ഗ്ലാസി ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് മാഗ്നറ്റ് യൂസ് ചെയ്യും. അപ്പം എൻ്റെ കയ്യിലിരിക്കുന്നത് ഒരു 4 സൈഡഡ് മാഗ്നറ്റ് ആണ്. അത് വെച്ചിട്ട് ഡിഫറെൻറ്റ് പാറ്റേൺസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ഒരു റൗണ്ട് എഡ്ജ് വെച്ചിട്ട് ജസ്റ്റ് ഒരു ചെറിയ ഗ്ലാസി ലുക്ക് മാത്രമേ കൊടുക്കുന്നുള്ളൂ. ഇത് തന്നെ ഞാൻ എല്ലാ നെയിൽസിലും അപ്ലൈ ചെയ്തിട്ട് മാഗ്നറ്റ് യൂസ് ചെയ്ത് ഗ്ലാസി ലുക്ക് ഉണ്ടാക്കിയതിന് ശേഷം ക്യൂർ ചെയ്യുകയാണ് 60 സെക്കൻഡ്സ്. വൺസ് ക്യൂർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റായിട്ട് ടോപ്പ് മാറ്റ് കോട്ട് വേണമെന്നുള്ളവർക്ക് മാറ്റ് കോട്ട് അപ്ലൈ ചെയ്യാം. ടോപ്പ് ഗ്ലോസി കോട്ട് വേണമെന്നുള്ളവർക്ക് ടോപ്പ് ഗ്ലോസി കോട്ട് അപ്ലൈ ചെയ്തിട്ട് വീണ്ടും 60 സെക്കൻഡ്സ് ക്യൂർ ചെയ്ത് കഴിഞ്ഞാൽ അത് സീലാവും. കംപ്ലീറ്റ് സീലാവാതെ ജെൽ നെയിൽ പോളിഷ് അങ്ങനെ വിടാൻ പാടില്ല. ജസ്റ്റ് കളർ മാത്രം അപ്ലൈ ചെയ്യരുത്. അതിൻ്റെ മുകളിൽ ടോപ്പ് കോട്ട് മാൻഡേറ്ററി ആയിട്ട് അപ്ലൈ ചെയ്തിരിക്കണം. ഇത് കഴിഞ്ഞിട്ട് ഞാൻ ആൽക്കഹോൾ വൈപ്സ് വെച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട്. കാര്യം ഞാനിനി നെയിൽ ആർട്ട് ചെയ്യുന്നുണ്ട്. കുറച്ച് റൈനോസ്റ്റോൺസും നെയിൽ ചാംസും അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്ലൈ ചെയ്യുന്നില്ലാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സീൽ ചെയ്താൽ മാത്രം മതിയായിരുന്നു. ഇപ്പം ഞാൻ ചെയ്യുന്നത് നെയിൽ ചാംസ് ഗ്ലൂ വെച്ചിട്ട് നമ്മുടെ നെയിൽസിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നതാണ്. ആദ്യം നമ്മൾ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്യണം. അതിൻ്റെ മുകളിൽ എന്താണോ നമ്മൾ റൈനോസ്റ്റോൺസ് ആണെങ്കിൽ സ്റ്റോൺസ്, അല്ല 3D ചാംസോ നെയിൽ സ്റ്റഡ്സോ എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിലും നെയിൽ ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം വേണം അത് നെയിൽസിൽ വെച്ച് കൊടുക്കാനായിട്ട്. ഇത് വെച്ച് കൊടുത്തതിന് ശേഷം ഞാനൊന്ന് ഫ്ലാഷ് ക്യൂർ ചെയ്യുകയാണ്. ഇതിന് എൻ്റെ കയ്യിൽ വേറൊരു ലാമ്പാണുള്ളത്. ഇത് നിങ്ങൾ നെയിലായിട്ട് ചെയ്യുന്നെങ്കിൽ മാത്രം മതി. ഇനിയിപ്പോൾ ഇതില്ലാന്നുണ്ടെങ്കിലും നമ്മൾ യൂസ് ചെയ്തിട്ടിരിക്കുന്ന ലാമ്പിൽ ജസ്റ്റ് ആ ഫിംഗർ മാത്രം വെച്ചൊരു 5 സെക്കൻഡ്സ് ഫ്ലാഷ് ക്യൂർ ചെയ്യുക. ഇങ്ങനെ ഫ്ലാഷ് ക്യൂർ ചെയ്യുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഫിംഗറിലും നമ്മൾ നെയിലായിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഓൾറെഡി ചെയ്ത ഫിംഗറിൽ അത് ഇളകി താഴെ പോകാതിരിക്കാനാണ്. ഫ്ലാഷ് ക്യൂറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് 5 സെക്കൻഡ്സ് വെക്കുന്നത് മാത്രമാണ്. സോ 5 സെക്കൻഡ്സ് മാത്രം വെച്ചിട്ട് ഇത് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ നെയിൽസിൽ സ്റ്റിക്ക് ഓൺ ചെയ്യില്ല. ഈച്ച് ഫിംഗർ 5 സെക്കൻഡ്സ് വെച്ച് ചെയ്തതിന് ശേഷം നമ്മൾ 60 സെക്കൻഡ്സ് കംപ്ലീറ്റ് ആയിട്ട് ക്യൂർ എല്ലാ ഫിംഗറും കൂടി ഒരുമിച്ച് ചെയ്യണം. സോ അത് ആ സ്റ്റെപ്പ് സ്കിപ്പ് ആവരുത്. നിങ്ങൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് എന്തെങ്കിലും നെയിൽ ആർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് 60 സെക്കൻഡ്സ് കംപ്ലീറ്റ് ആയിട്ട് ക്യൂർ ചെയ്യണം. ഇപ്പം ഞാൻ എൻ്റെ 4 ഫിംഗറിലും റൈനോസ്റ്റോൺസും ചാംസും വെച്ചിട്ടുണ്ട്. ഒരു ഫിംഗറിൽ മാത്രം, റിംഗ് ഫിംഗറിൽ മാത്രം ഞാൻ സീക്വൻസ് ആണ് വെച്ചിരിക്കുന്നത്. അത് ഞാൻ ഗ്ലൂ ചെയ്തിട്ടല്ല, ബേസ് ജെൽ അപ്ലൈ ചെയ്തിട്ട് സീക്വൻസ് അപ്ലൈ ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ മുകളിൽ ഞാൻ സീൽ ചെയ്താൽ മാത്രം മതി. ഇത് ഞാൻ എല്ലാ ഫിംഗറിലും യൂഷ്വലി നമ്മളങ്ങനെ ചെയ്യത്തില്ല. ഇത് ജസ്റ്റ് 1 or 2 ഫിംഗേഴ്സിൽ മാത്രമേ ചെയ്യുള്ളൂ. ഇതിപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ട് എല്ലാ ഫിംഗറിലും അപ്ലൈ ചെയ്തിരിക്കുന്നതാണ് കേട്ടോ. ഇനി നമ്മൾ ഫൈനലായിട്ട് ചെയ്യുന്നതാണ് ടോപ്പ് കോട്ട്. ടോപ്പ് കോട്ട് എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ചെയ്ത എല്ലാ കോട്ടിനെയും നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുവാണ്. ഇത് നമുക്ക് അകത്തേക്ക് വാട്ടർ ഒന്നും പോവാതെ പ്രിവെൻറ്റ് ചെയ്യും.
സോ ഇത് ടോപ്പ് കോട്ട് സ്കിപ്പ് ചെയ്യരുത്. ഇതിപ്പോൾ ഞാനൊരു ബ്രഷ് വെച്ചിട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റൈനോസ്റ്റോൺസിൻ്റെ മേളിൽ നമ്മൾ ടോപ്പ് കോട്ട് അപ്ലൈ ചെയ്യാൻ പാടില്ല, അതിൻ്റെ സൈഡ്സിൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അതുകൊണ്ടാണ് ഞാനൊരു ബ്രഷ് വെച്ച് അപ്ലൈ ചെയ്യുന്നത്. നമ്മൾ വേറെ ഒന്നും ആർട്ടൊന്നും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് നമുക്ക് ബോട്ടിലിൽ നിന്ന് തന്നെ ബ്രഷ് ചെയ്യാവുന്നതാണ്. അത് കഴിഞ്ഞിട്ട് വീണ്ടും 60 സെക്കൻഡ്സ് ക്യൂർ ചെയ്യുക. സോ നമ്മൾ ഇത്രയും ചെയ്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ജെൽ നെയിൽ പോളിഷ് ബേസ് ജെല്ലാണ്. ബേസ് ജെൽ അപ്ലൈ ചെയ്തു, ക്യൂർ ചെയ്തു 60 സെക്കൻഡ്സ്. അത് കഴിഞ്ഞിട്ട് കളർ അപ്ലൈ ചെയ്തു, വീണ്ടും 60 സെക്കൻഡ്സ് ക്യൂർ ചെയ്തു, വീണ്ടും കളർ അപ്ലൈ ചെയ്തു, ക്യൂർ ചെയ്തു. സോ 2 കോട്ട്സ് ഓഫ് കളർ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അത് 60 സെക്കൻഡ് ക്യൂർ ചെയ്തിട്ടുണ്ട്. ഫൈനലി നമ്മൾ ടോപ്പ് കോട്ട് അപ്ലൈ ചെയ്യുന്നു, ക്യൂർ ചെയ്യുന്നു. ടോപ്പ് കോട്ട് അപ്ലൈ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സീൽ ചെയ്യുന്നു, ക്യൂർ ചെയ്യുന്നു. സോ ഇതാണ് മെയിൻ പ്രൊസീജിയർ. ഇനി ഇതിൻ്റെ റിമൂവൽ ഉണ്ട്. ഇത് ഞാനൊരു നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഇടുന്നുണ്ട്. നോർമൽ നെയിൽ പോളിഷ് റിമൂവർ അല്ല അതിന് യൂസ് ചെയ്യുന്നത്. സോ മസ്റ്റായിട്ട് അത് വാച്ച് ചെയ്തിരിക്കുക. അപ്ലൈ ചെയ്യുന്നവരെ മസ്റ്റായിട്ട് വാച്ച് ചെയ്തിരിക്കുക. അതേപോലെ തന്നെ നെയിൽ എക്സ്റ്റൻഷൻസും ഞാൻ ചെയ്യുന്നുണ്ട്, അതും കയറി കാണാം. താങ്ക് യു സോ മച്ച്. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.